അധ്യായം 71 സൂറത്തു നൂഹ്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 28. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ أنذر قومك من قبل أن يأتيهم عذاب أليم. താങ്കളുടെ ജനതയ്ക്ക് വേദനാജനകമായ വല്ല ശിക്ഷയും വന്നെത്തുന്നതിന് മുമ്പ് അവരെ താക്കീത് ചെയ്യുക എന്ന് കൽപ്പിച്ചുകൊണ്ട് നൂഹിനെ തന്റെ ജനതയിലേക്ക് ദൂതനായി നാം അയക്കുക തന്നെ ചെയ്തു. قال يا قوم إني لكم نذير مبين. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരനാകുന്നു. أن اعبدوا الله واتقوه وأطيعون. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും അവനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون. എന്നാൽ അവൻ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഒരു നിശ്ചിത അവധി വരെ നിങ്ങളെ പിന്തിക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ നിശ്ചയമനുസരിച്ചുള്ള അവധി വന്നാൽ അത് പിന്തള്ളപ്പെടുന്നതേയല്ല, നിങ്ങൾ അറിയുന്നവരായിരുന്നെങ്കിൽ. قال رب إني دعوت قومي ليلا ونهارا. പ്രവാചകർ പറഞ്ഞു, എന്റെ നാഥ, തീർച്ചയായും ഞാൻ എന്റെ ജനതയെ രാവും പകലും നിന്റെ മാർഗത്തിലേക്ക് ഞാൻ വിളിച്ചു. فلم يزدهم دعائي إلا فرارا. എന്നിട്ട് എന്റെ വിളി അവരെ കൂടുതൽ അകറ്റിക്കളയുക മാത്രമാണ് ചെയ്തത്. وإني كلما دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا. നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോഴെല്ലാം അവർ തങ്ങളുടെ വിരലുകൾ കാതുകളിലിടുകയും വസ്ത്രങ്ങൾ കൊണ്ട് ശിരസുകൾ മൂടുകയും നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയും വലിയ അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നു. ثم إني دعوتهم جهارا. പിന്നെ അതിനും പുറമെ ഞാൻ അവരെ ഉറക്ക വിളിച്ചു. ثم إني أعلنت لهم وأسررت لهم إسرارا. പിന്നെ അവർക്ക് വേണ്ടി ഞാൻ എന്റെ വിളി പരസ്യമാക്കുകയും രഹസ്യമാക്കുകയും ചെയ്തു. فقلت استغفروا ربكم إنه كان غفارا. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടുക, തീർച്ചയായും അവൻ വളരെയധികം പൊറുക്കുന്നവനായിട്ടുണ്ട്. يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. എന്നാൽ നിങ്ങൾക്കവൻ ധാരാളമായി മഴ വർഷിപ്പിച്ചു തരികയും സ്വത്തുക്കൾ കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും അവൻ നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്കവൻ തോട്ടങ്ങളും അരുവികളും ഉണ്ടാക്കി തരുന്നതുമാണ്. ما لكم لا ترجون لله وقارا وقد خلقكم أطوارا. നിങ്ങൾക്കെന്തായിപ്പോയി? അല്ലാഹുവിന് നിങ്ങളെ വിവിധ ദിശകളിലായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചിട്ടും ഒരു മഹത്വവും നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ? ألم تروا كيف خلق الله 7 سماوات طباقا. നിങ്ങൾ കണ്ടില്ലേ? ഒന്നിന് ഒന്നുമീതെ അടുക്കുകളായ നിലയിൽ 7 ആകാശങ്ങളെ എങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. وجعل القمر فيهن نورا
وجعل الشمس سراجا അവയിൽ ചന്ദ്രനെ അവൻ ഒരു പ്രകാശമാക്കുകയും സൂര്യനെ ഒരു വിളക്കാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. والله أنبتكم من الأرض نباتا അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ثم يعيدكم فيها ويخرجكم إخراجا പിന്നീട് അവൻ നിങ്ങളെ മരണാനന്തരം അതിലേക്ക് തന്നെ മടക്കുകയും അതിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا അള്ളാഹു ഭൂമിയെ അതിൽ നിന്ന് വിശാലമായ മാർഗങ്ങളിൽ പ്രവേശിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. قال نوح رب إنهم عصوني واتبعوا من لم يزده ماله وولده إلا خسارا ومكروا مكرا كبارا നൂഹ് പറഞ്ഞു, എന്റെ റബ്ബേ, തീർച്ചയായും അവർ എന്റെ കൽപ്പന ധിക്കരിക്കുകയും ധനവും സന്താനവും തങ്ങൾക്ക് നഷ്ടാധിക്യം മാത്രം വരുത്തിവെച്ച ചില ആളുകളെ അവർ പിന്തുടരുകയും വളരെ വലിയ കുതന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوق ونسرا ജനങ്ങളെ, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വദ്, സുവാ, യൗസ്, യൗഖ്, നസ്ർ എന്നിവയെ വിശേഷിച്ചും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് അവർ പറയുകയും ചെയ്തു. وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا തീർച്ചയായും അവർ വളരെയധികം ആളുകളെ പിഴപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ നാഥ, അക്രമികൾക്ക് വഴിക്കേടല്ലാതെ നീ വർദ്ധിപ്പിക്കരുതേ. مما خطيئاتهم أغرقوا فأدخلوا نارا فلم يجدوا لهم من دون الله أنصارا തങ്ങളുടെ തെറ്റുകളാൽ തന്നെ അവർ വെള്ളത്തിൽ മുങ്ങി നശിപ്പിക്കപ്പെട്ടു. എന്നിട്ടവർ അഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെയുള്ള ഒരു സഹായികളെയും തങ്ങൾക്കവർ കണ്ടെത്തിയില്ല. وقال نوح رب لا تذر على الأرض من الكافرين ديارا നൂഹ് പറഞ്ഞു, എന്റെ നാഥ, സത്യനിഷേധികളിൽപ്പെട്ട ഒരൊറ്റ വ്യക്തിയെയും ഭൂമുഖത്തു നീ വിട്ടുകളയരുതേ. إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا കാരണം നീ അവരെ നശിപ്പിക്കാതെ വിട്ടുകളയുന്ന പക്ഷം അവർ നിന്റെ അടിമകളെ വഴിതെറ്റിച്ചു കളയുന്നതാണ് തീർച്ച. മാത്രമല്ല, സത്യനിഷേധികളായ കുറ്റവാളികളെ അല്ലാതെ അവർ ജനിപ്പിക്കുകയുമില്ല. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا എന്റെ നാഥ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസിയായിക്കൊണ്ട് എന്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർക്കും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും നീ പുറത്തു തരേണമേ. അക്രമികൾക്ക് നാശമല്ലാതെ നീ വർദ്ധിപ്പിക്കരുതേ.